എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആയില്യം നക്ഷത്രം. ആയില്യം നക്ഷത്രക്കാർക്ക് എന്തൊക്കെ കാര്യം ചെയ്താൽ ഈ ഒരു സാമ്പത്തിക ലാഭം കിട്ടുന്നില്ല അല്ലെ? ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതായത് ആയില്യം നക്ഷത്രക്കാർ ഒത്തിരി ക്ഷേത്രത്തിൽ പോയി വഴിപാടുകളൊക്കെ ചെയ്തു, പക്ഷെ സാമ്പത്തിക ലാഭം മാത്രമില്ല. ഇല്ലെങ്കിൽ ഒരു സാലറി അവർക്ക് 10-30,000 രൂപ സാലറി കിട്ടുന്ന മാസം ആകുമ്പോഴത്തേക്ക് ഒത്തിരി നഷ്ടങ്ങൾ വരുന്ന ആ സാലറി കൈകളിലിരിക്കുന്നില്ല. അപ്പോൾ ആയില്യം നക്ഷത്രക്കാർക്ക് എന്ത് കാര്യങ്ങൾ ചെയ്താലാണ് സാമ്പത്തിക ലാഭം കിട്ടുന്നത് ഞാനാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. ആദ്യം തന്നെ ആയില്യം നക്ഷത്രങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സർപ്പങ്ങളുടെ നക്ഷത്രമാണ്. അതുകൊണ്ട് തന്നെ സർപ്പം ഇരിക്കുന്ന ക്ഷേത്രത്തിൽപ്പെട്ട് 1 രൂപ നാണയം. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. ചില ആൾക്കാർ ചോദിക്കും ഈ രോഹിണി നക്ഷത്രത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയല്ല ആയില്യം നക്ഷത്രത്തിൽ പറയുന്നത്. അപ്പം അതിന് ആ ഒരു കാര്യത്തിന് ചെയ്യുന്നതിൻ്റെ വ്യത്യാസങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ 1 രൂപ നാണയം നാഗരാജാവ് ഇരിക്കുന്ന ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് പൂജിച്ച് മേടിക്കണം. ഇത് പേസിൽ വെക്കാൻ വേണ്ടിയാണ് അവിടുത്തെ തിരുമേനിയോട് പ്രത്യേകം പറയണം. എന്നിട്ട് ഒരു ചുമന്ന പട്ടിനകത്ത് നമ്മൾ തന്നെ വെച്ചിട്ട് നൂലിട്ട് കെട്ടി നമ്മുടെ പേസിനകത്ത് വെക്കുക. ഇപ്പോൾ പേസ് ഉപയോഗിക്കാത്ത ഭക്തജനങ്ങളാണെങ്കിൽ നമ്മുടെ മൊബൈലിൻ്റെ കവറിൽ വെച്ചാൽ മതി. ഇനി രണ്ടാമത്തെ കാര്യം, അതായത് ഭുവനേശ്വരി ഇരിക്കുന്ന ക്ഷേത്രത്തിൽ, അതായത് ദുർഗ ഇരിക്കുന്ന ക്ഷേത്രത്തിൽ താമര കൊണ്ട് ശ്രീസൂക്ത അർച്ചന ചെയ്യണം എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും. ഇപ്പോൾ എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ച എന്ന് പറയുമ്പോഴത്തേക്ക് ജോലിക്ക് വന്ന ഭക്തജനങ്ങൾ ഞായറാഴ്ച ദിവസം ചെയ്താലും ഉത്തമമാണ്. അപ്പോൾ ആ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് ഈ സാമ്പത്തികത്തിലേക്കുള്ള വഴികൾ തിരിഞ്ഞുതരും. അതായത് നമ്മൾ ഒരു ജോലി സ്ഥലത്ത് നിൽക്കുവാണെങ്കിൽ ശ്രീസൂക്തം ചെയ്യുമ്പോഴത്തേക്ക് പുതിയ ജോലിയിലേക്ക് കയറാനുള്ള പ്രവേശനങ്ങളും നമ്മുടെ സാലറി കൂട്ടാനുള്ള ഇതും സാമ്പത്തിക ലാഭമാണ് ശ്രീസൂക്തം ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്. പിന്നെ പേസിനകത്ത് നമ്മൾ പൈസ പൂജിച്ച് വെക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ പേസ് എപ്പോഴും കാലിയാകത്തില്ല. അതായത് ഒരു സാമ്പത്തികം തീരുന്നപ്പോഴും നമുക്ക് സാമ്പത്തിക ലാഭങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതായത് അനാവശ്യമായ ചെലവുകളും നഷ്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരത്തില്ല. അപ്പോൾ അതാണ് ഞാൻ പേസിനകത്ത് വെക്കാറ്. അപ്പോൾ ഇത് നമ്മൾ എവിടെ പോകുമ്പോഴും കൊണ്ടുപോകുക. എൻ്റെ അഭിപ്രായത്തിൽ പേസ് ഉപയോഗിക്കാത്തതുണ്ടെങ്കിൽ ഫോണിൽ വെച്ചാൽ മതി. ഇപ്പോൾ ശ്രീസൂക്ത അർച്ചന ജോലിക്ക് പോകാൻ സമയമുള്ളവർ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ചെയ്യുന്നത് നല്ലതായിരിക്കും. അതിന് താമര കൊണ്ടു കൊടുക്കണം. 3 താമരയോ 5 താമരയോ കൊണ്ടു കൊടുക്കണം, സാമ്പത്തികം പോലെ. അല്ലാത്ത ഭക്തജനങ്ങൾ ഈ ആയില്യം നക്ഷത്രക്കാർ ഞായറാഴ്ച ചെയ്താൽ മതി. ഇനി മൂന്നാമത്തെ കാര്യം ആയില്യം നക്ഷത്രം വരുന്ന സമയത്ത്, അതായത് ഒന്നെങ്കിൽ വീടിൻ്റെ അടുത്തുള്ള ദേശദേവതയെ പോയി തൊഴാൻ നോക്കുക. അതും പറ്റിയില്ലെങ്കിൽ മാസം 1 തവണയെങ്കിലും നാഗരാജാവ് ക്ഷേത്രത്തിൽ പോയി നമ്മൾ തൊഴുത് അവിടെ നാഗരാജാവിന് 100 പാലും കൊടുത്ത് 21 വലത്ത് വെക്കാൻ നോക്കുക. ഇപ്പോൾ മണ്ണർശാലയിൽ ആ പറ്റുമെങ്കിൽ മണ്ണർശാലയിൽ പോവുക. അതല്ലെങ്കിൽ വേറെ സർപ്പക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവിടെ പോയി ആയില്യ ദിവസം ഒന്ന് പോയി തൊഴണം. അപ്പോൾ അവിടെ ചെയ്യാൻ പറ്റുന്ന വഴിപാട് ഈ പറയുന്ന പോലെ ഉപ്പുകാവിൽ ഉപയോഗിക്കത്തില്ല. അതുപോലെ മഞ്ഞളോ ഈ പറയുന്ന 100 പാലോ മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് വഴിപാട് ചെയ്യാം. അത് ഭക്തജനങ്ങൾക്ക് എന്ത് വഴിപാടാണോ ഇഷ്ടം അത് ചെയ്യുക. എണ്ണ ഒഴിക്കുക, മാല വെക്കുക, അല്ലെങ്കിൽ സർപ്പങ്ങൾക്ക് നേദ്യങ്ങൾ കൊടുക്കാം. അത് ചെയ്യുമ്പോഴത്തേക്ക് ഈ ആയില്യം നക്ഷത്രക്കാർക്ക് വരുന്ന നെഗറ്റീവ് വരുന്ന എനർജി പോസിറ്റീവ് ആക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്ന സർപ്പക്ഷേത്രത്തിൽ പോകുന്നത്. ഇപ്പോൾ 4ാമത്തെ കാര്യം പറയുവാണെങ്കിൽ ആയില്യം വരുന്ന ദിവസം, ഇല്ലെങ്കിൽ ആയില്യമല്ല ഭക്തജനങ്ങൾക്ക് പറ്റുന്ന ഒരു ദിവസം നമ്മുടെ അച്ഛൻ വഴിയുള്ള കുടുംബക്ഷേത്രം, അതായത് നമുക്ക് അച്ഛന്മാരുടെ ഉള്ള കുടുംബക്ഷേത്രം കാണും. ചിലവർക്ക് ദൂരെയാണെങ്കിൽ പോലും മാസത്തിൽ 1 തവണ അവിടെ പോയി തൊഴാൻ നോക്കുക. അവിടെ ദേവിയാണെങ്കിൽ അവിടെ ഏത് ക്ഷേത്രം, അല്ലെങ്കിൽ കൃഷ്ണന്റെ ക്ഷേത്രം, അവിടെ ഒരു ഭഗവതി സേവ നടത്തുന്നത് ഉത്തമമാണ്. അപ്പോൾ അവിടെ പോയി എന്താ ഭഗവതി സേവ നടത്തും. പിതാവിൻ്റെ വഴിയിലുള്ള ക്ഷേത്രത്തിൽ വരുമ്പോഴത്തേക്ക് നമ്മളെ ബാധിച്ചിരിക്കുന്ന ശത്രുദോഷങ്ങൾ, കുടുംബദോഷങ്ങൾ, ഈ പറയുന്ന എല്ലാ നെഗറ്റീവുകളെയും മാറ്റി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ, നമുക്ക് വീട്ടിൽ കയറുമ്പോൾ ശാന്തി, സമാധാനം, നമ്മൾ കുട്ടികളോടൊക്കെ ഉണ്ടെങ്കിൽ ഇടപെടാൻ അവർക്ക് നമ്മളോടൊരു സന്തോഷം ഉണ്ടാകും. നമ്മൾ മറ്റുള്ള സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ ആൾക്കാർക്ക് നമ്മളോടൊരു ബഹുമാനം, ഇല്ലെങ്കിൽ ഒരു സന്തോഷം. നമ്മൾ ജോലി സ്ഥലത്തൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് പരസ്പരം എതിർപ്പ് വരാതെ നമ്മുടെ ജോലി കാര്യങ്ങൾ നമുക്ക് ക്ഷീണങ്ങളൊക്കെ തോന്നാതെ നല്ല രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാനൊക്കെ ഉള്ള ഒരു ബുദ്ധിയും ഒരു മനസ്ഥിതിയും ഒരു ധൈര്യമൊക്കെ നമ്മുടെ കുടുംബ പരദേവത തരും. അതാണ് പിതാവിൻ്റെ രീതിയിലുള്ള ക്ഷേത്രത്തിൽ ചെയ്യാൻ പറയുന്നത്. അത് അച്ഛൻ്റെ കുടുംബത്ത് ക്ഷേത്രം ഉണ്ടോ, അതല്ലെങ്കിൽ ദൂരെയാണെങ്കിൽ ഈ പറയുന്ന ഭക്തജനങ്ങൾ 2 മാസമെങ്കിലും കൂടുമ്പം അവിടെ പോയി ഭഗവതി സേവ ചെയ്യുക. ഭഗവതി സേവ ചെയ്ത് നടത്തിയാൽ പോരാ, ആ ഭഗവതി സേവ കണ്ട് തൊഴുത് പ്രസാദം നമ്മുടെ വീട്ടിൽ കൊണ്ടുവെക്കണം. ആ ഒരു കാര്യങ്ങൾ ചെയ്യണം. പിന്നെ 5ാമത്തെ കാര്യം തന്നെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നമ്മൾ ജോലിക്ക് പോകാതെ നമ്മൾ പൈസ കിട്ടത്തില്ല. അങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊക്കെ കുറച്ച് ലോട്ടറി എടുത്ത് വീട്ടിൽ ഇരുന്നാൽ മതി. നമ്മൾ ജോലിക്ക് പോകുമ്പോഴത്തേക്ക് ഒരു 10,000 രൂപ ഉണ്ടെങ്കിൽ ആയില്യം നക്ഷത്രമൊക്കെ കിട്ടുന്നെങ്കിൽ 10,000 രൂപ ആ ഒരു സമയത്ത് അനാവശ്യമായ ചെലവുകൾ വരാൻ നമ്മുടെ കയ്യിൽ ഒതുങ്ങും. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ക്ഷേത്രങ്ങൾ തോറും ഈ വഴിപാടും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയാണ് നമ്മൾ വഴിപാട് ചെയ്യുന്നത്. അല്ലാതെ പൂജകളും ഹോമങ്ങളും നടത്തിയ പൈസ വരത്തില്ല. നമ്മൾ ജോലി ചെയ്യുന്നതനുസരിച്ച് നമുക്ക് നേട്ടങ്ങളുണ്ടാകും.
ഇപ്പം ഈ ആയില്യം നക്ഷത്രക്കാർ ഈ പറയുന്ന ഒരു സാധാരണ ഒരു ജോലിക്ക് നിൽക്കുവാണ്, സാധാരണ ഒരു ജോലി സ്ഥലത്ത് നിൽക്കുവാണ്. അപ്പം ഈ ചെയ്യുന്ന വഴിപാടിന്റെ ഗുണം കൊണ്ട് ആയില്യം നക്ഷത്രക്കാർക്ക് എന്ത് ചെയ്യും? പുതിയ പുതിയ ജോലിയിലേക്കുള്ള ഓഫറുകൾ വരും, പുതിയ പുതിയ ഈ പറയുന്ന സാലറി കൂടാനുള്ള തീരുമാനങ്ങൾ ഉണ്ടാകും. ഇപ്പം നമ്മൾ നിൽക്കുന്ന ജോലി സ്ഥലത്ത് നിന്നും വേറൊരു കമ്പനിയിലേക്ക് വിളിക്കുന്നത്, അവിടെ ഇതിനും കൂടുതൽ സാലറി എന്ന് പറയുന്നത്, അങ്ങനെയൊക്കെ ഒത്തിരി മാറ്റങ്ങൾ ആയില്യം നക്ഷത്രക്കാർക്ക് വന്നു ഭവിക്കും. അതാണ് സാമ്പത്തിക ലാഭം ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം തന്നെ ഈ പറയുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോ വരുന്നതാണ്. നമസ്കാരം.